ഈ കഴിഞ്ഞ ദിവസം CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ഗോവിന്ദൻ മാഷ് അദ്ദേഹം മാധ്യമങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ പ്രസ് കോൺഫറൻസ് ഒന്നും ആയിരുന്നില്ല, പ്രസ് മീറ്റ് ആയിരുന്നില്ല. പക്ഷേ അദ്ദേഹം നടന്ന് കാറിലേക്ക് കയറാൻ പോകുമ്പോൾ മാധ്യമങ്ങൾ എന്തോ ചോദിച്ച ചോദ്യത്തിന് അദ്ദേഹം തിരിച്ചൊരു മറുപടി പറഞ്ഞു. ആ മറുപടി പറഞ്ഞത് പെരും കള്ളന്മാരുടെ പട്ടികയിലാണ് തന്ത്രി പെട്ടിട്ടുള്ളത് എന്നുള്ളത് പറഞ്ഞു. അത് പറഞ്ഞതിൽ യാതൊരു തെറ്റൊന്നും ഇല്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. പറഞ്ഞത് സത്യമാണ്. അത് ഗോവിന്ദൻ മാഷ് പറഞ്ഞതിന് അങ്ങനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിൻ്റെ ചില ബാക്ക്ഗ്രൗണ്ടിലേക്ക് നമ്മൾ വരേണ്ടത്, കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ തന്ത്രി കണ്ഠരര് രാജീവർക്ക് ജാമ്യം കിട്ടിയിരുന്നു. ജാമ്യം കിട്ടി എന്ന് മാത്രമല്ല, ആ ജാമ്യം കിട്ടിയിട്ടുള്ള ഉത്തരവിൽ ഇതിൻ്റെ ഒരു അയോട്ട ഒരു തെളിവ് പോലും, തെളിവിൻ്റെ ഒരു ചെറിയ അംശം പോലും ഇല്ല എന്ന് പറഞ്ഞുള്ള ഒരു വിധിയാണ് ആ കോടതി പുറപ്പെടുവിച്ചത് എന്നുള്ള കാര്യത്തിലൊന്നും നമുക്ക് തർക്കമില്ല. അത് വളരെ കൃത്യമായിട്ടുള്ള ഒരു കോടതി വിധിയായിരുന്നു. ആ 40 ദിവസത്തിലധികം ജയിലിൽ കിടന്നതിന് ശേഷമാണ് ഇദ്ദേഹം പുറത്തേക്ക് ഇറങ്ങിയത്. ഇദ്ദേഹത്തിൻ്റെ ജാമ്യത്തിന് ചില പ്രത്യേകതകളുണ്ടായിരുന്നു. കാരണം ഇതുവരെ ജാമ്യത്തിൽ ഇറങ്ങിയിട്ടുള്ള മറ്റു പല ആളുകൾ, ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണെങ്കിലും മറ്റു പല ആളുകളാണെങ്കിലും അവരെല്ലാവരും തന്നെ ഒരു സ്വമേധയാ ജാമ്യം കിട്ടി പുറത്തേക്ക് വരികയാണ് ചെയ്തിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ കുറ്റപത്രം 90 ദിവസത്തിനകം സമർപ്പിച്ചില്ലെങ്കിൽ കോടതി ജാമ്യം കൊടുക്കാൻ നിർബന്ധിതരാകുന്നൊരവസ്ഥയിൽ ജാമ്യം കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ജാമ്യം, ഈ കണ്ഠരര് രാജീവരുടെ ജാമ്യം അങ്ങനെയല്ല. കാരണം അദ്ദേഹത്തിന് 40 ദിവസം കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം കോടതിക്ക് അങ്ങനെ നിർബന്ധമായും ജാമ്യം കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ കോടതി ഇതിൻ്റെ കേസ് ഡയറിയും അതുപോലെ മറ്റ് രേഖകളൊക്കെ പരിശോധിച്ചതിന് ശേഷമാണ് ഇദ്ദേഹത്തിന് ഒരു തെളിവ്, കൃത്യമായ തെളിവൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് ജാമ്യം കൊടുത്ത് അയച്ചത്. പക്ഷേ ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം അവിടെ അവശേഷിക്കുകയാണ്. ഞാൻ ഈ ശബരിമലയിൽ വളരെ യാദൃശ്ചികമായി ഞാൻ ശബരിമലയിൽ ജോലി ചെയ്തിരുന്ന ചില ആളുകളെ കണ്ടുപോലും, അദ്ദേഹം ആലപ്പുഴയിലൊക്കെ ഉള്ള ഒരു ആളാണ്, ആ ഒരു ശാന്തിക്കാരനാണ്, അദ്ദേഹത്തെ കണ്ടുപോലും ഞാൻ നിരവധി പേരുമായിട്ട് സംസാരിച്ചു. ഈ സംസാരിച്ചതിൽ നിന്നെല്ലാം തന്നെ മനസ്സിലാകുന്ന ശില്പി മഹേഷ് അടക്കം, അല്ലെങ്കിൽ അവിടെ നേരത്തെ ഉണ്ടായിരുന്ന വിജിലൻസിൻ്റെ IAS കാരനായ ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകളൊക്കെ തന്നെ വളരെ കൃത്യമായി പറയുന്ന ഒരു കാര്യം, ഈ വിജിലൻസിൻ്റെ IAS ഉദ്യോഗസ്ഥൻ ജനൻ TVയുടെ ചർച്ചയിലിരുന്ന് തന്നെ പറഞ്ഞു, ഈ തന്ത്രിയും മേൽശാന്തിയും കൂടി അവിടെ വന്ന വലിയ സമ്പന്നരായിട്ടുള്ള ഭക്തന്മാരെയൊക്കെ വിളിച്ചിരുത്തി നെറ്റിയിൽ മറ്റേ 1 രൂപ കൊയിനൊട്ടിച്ചു കൊടുത്ത് ലക്ഷങ്ങൾ കൈക്കൂലി ലക്ഷങ്ങൾ മേടിച്ച് ദക്ഷിണയായി വാങ്ങിച്ചെടുക്കുകയായിരുന്നു. കൈക്കൂലി അല്ല, ദക്ഷിണയായിട്ട് വാങ്ങിച്ചെടുക്കുകയായിരുന്നു. അപ്പോൾ ഈ പണി ചെയ്യരുത്, തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ടും, അല്ലെങ്കിൽ ഞാൻ വൈകുന്നേരം തന്നെ FIR ഇടും എന്ന് പറഞ്ഞുകൊണ്ടും ഈ തന്ത്രി മേൽശാന്തിനെ വിളിച്ചു പറഞ്ഞു. അതോടുകൂടി അവർ ആ പരിപാടി നിർത്തി എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത്തരം കാര്യങ്ങളുണ്ട്. കൂടാതെ ഒരു സ്ത്രീ അവർക്ക് മക്കളില്ലാതെ ഇരിക്കുന്നു എന്ന് പറയുന്ന ദുഃഖം പറഞ്ഞപ്പോൾ പണം മേടിച്ചുകൊണ്ട് അവർ ഈ ശബരിമലയിൽ കയറ്റി എന്നുള്ളതൊക്കെ അവർ ആരോപണമായി ഉന്നയിച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ വിട്ടാൽ പോലും ഏറ്റവും പ്രധാനപ്പെട്ട 2 ചോദ്യങ്ങൾ ഈ കണ്ഠരര് രാജീവിന് മറുപടി പറയേണ്ടതാണ്. ഇദ്ദേഹത്തിൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരവധി ആരോപണങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ പല വീഡിയോകളിലും പറഞ്ഞതുകൊണ്ട് ഞാനിവിടെ ആവർത്തിക്കുന്നില്ല. പക്ഷേ കണ്ഠരര് രാജീവിന് മറുപടി പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത്രയും കാലമായിട്ടും അദ്ദേഹത്തിന് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരാളെ അറിയാമായിരുന്നില്ല. അയാൾ തട്ടിപ്പുകാരനാണെന്നും അയാൾ ഇതുപോലെ സ്വർണ്ണമടിച്ചു മാറ്റാൻ ശ്രമിക്കുന്ന ഒരാളാണെന്നും അറിയാമായിരുന്നില്ലേ? അങ്ങനെ അറിയാമായിരുന്നില്ല എന്നാണ് മറുപടി എങ്കിൽ താങ്കൾ എന്തൊരു ബോധമില്ലായ്മയാണ് കാണിച്ചത് എന്നുള്ളതാണ് എൻ്റെ ആദ്യ ചോദ്യം. അങ്ങനെ അറിയാമായി പാടില്ലായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല, ഞാൻ വിശ്വസിക്കുന്നില്ല. പ്രധാനപ്പെട്ട കാര്യം, ഈ ശബരിമല തന്ത്രി തന്നെ ഇപ്പം നമ്മുടെ ശ്രീധരൻ പിള്ളയുടെ ബുക്ക് ഇറങ്ങിയിട്ടുണ്ട്. അതായത് BJPയുടെ കേന്ദ്രമന്ത്രിയൊക്കെ ആയിരുന്ന ശ്രീധരൻ പിള്ളയുടെ ബുക്ക് ഇറങ്ങിയിട്ടുണ്ട്. ആ ശ്രീധരൻ പിള്ള അദ്ദേഹം നിരവധി ബുക്കുകൾ ഇറങ്ങിയിട്ടുണ്ട്. അദ്ദേഹം ആഴ്ചയിൽ 3 ബുക്ക് ഇറക്കുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ശബരിമലയിലെ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട്, സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ബുക്ക് ഇറങ്ങിയിട്ടുണ്ട്. ആ ബുക്കിൽ അദ്ദേഹം പറയുന്നത് അദ്ദേഹമാണ് ഈ സ്ത്രീകളെ കയറ്റാൻ വേണ്ടി വന്നാൽ നടയടച്ചിടാനുള്ള ഉപദേശം കൊടുത്തതെന്നും നടയടച്ചിട്ടുണ്ടെങ്കിൽ അത് കോടതിയെ ലക്ഷ്യമാവില്ല എന്നുള്ള ഉപദേശവും ഒക്കെ കൊടുത്തത് പ്രഗത്ഭനായിട്ടുള്ള അഡ്വക്കേറ്റ് ആയിട്ടുള്ള ശ്രീധരൻ പിള്ളയാണെന്നാണ് അദ്ദേഹം തന്നെ ആ ബുക്കിൽ പറഞ്ഞിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ അപ്പോൾ ശ്രീധരൻ സാറിൻ്റെ വാക്ക് മാത്രം മതി, അത് ഞാൻ വിശ്വസിക്കുകയാണ് എന്ന് അദ്ദേഹം തിരിച്ചു പറഞ്ഞു എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ശബരിമലയിലേക്ക് സ്ത്രീ പ്രവേശനമൊക്കെ ഉണ്ടാകുമ്പോൾ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റാൻഡ് എടുക്കാൻ വേണ്ടി തയ്യാറായിരുന്ന ശ്രീ കണ്ഠരര് രാജീവർ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തട്ടിപ്പിൻ്റെ ഒരു സംശയം പോലും തോന്നാത്തത് കൊണ്ടാണോ താങ്കൾ ഇതൊന്നും തടയാതിരുന്നത്? താങ്കൾ അത്രമാത്രം നിഷ്കളങ്കനായ ഒരാളാണോ എന്നുള്ളതാണ് എൻ്റെ ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഇദ്ദേഹം വാജിവാഹനം എന്ന് പറയുന്നത് സ്വന്തം കയ്യിൽ മേടിക്കുകയും സ്വന്തം കയ്യിൽ വെക്കാൻ പാടില്ലാത്തതാണെന്ന് അറിയുകയൊക്കെ ചെയ്തിട്ട് പോലും ഇദ്ദേഹം വളരെ എളുപ്പത്തിൽ ആ വാജിവാഹനം കൊണ്ട് കയ്യിലേക്ക് മേടിക്കുകയും വീട്ടിൽ കൊണ്ടുപോയി വെക്കുകയും പിന്നീട് ഈ ശബരിമലയിൽ അന്വേഷണം നടക്കാൻ പോകുന്നു, വലിയ പ്രശ്നമാണ് എന്നൊക്കെ തിരിച്ചറിഞ്ഞപ്പോൾ ഞാൻ വേണമെങ്കിൽ അങ്ങോട്ട് ഇത് തിരിച്ചു തന്നേക്കാം, എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ് കത്തെഴുതുകയും ചെയ്തത് എന്തിനാണ് എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം. ഇനി മൂന്നാമത്തെ ചോദ്യം എൻ്റെ വിശ്വാസികളായിട്ടുള്ള അയ്യപ്പ ഭക്തന്മാരോടുള്ള ചോദ്യമാണ്.
അയ്യപ്പ ഭക്തന് വലിയ അയ്യപ്പ സ്വാമിക്ക് വലിയ ശക്തിയുണ്ട് എന്നുള്ളതാണല്ലോ നിങ്ങളെല്ലാവരും തന്നെ വിശ്വസിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ വിശ്വാസത്തിൽ തന്നെ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കട്ടെ. അപ്പോൾ അത്തരത്തിൽ ഇദ്ദേഹം യാതൊരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ ഈ അയ്യപ്പ സ്വാമികളൊക്കെ തന്നെ ഇദ്ദേഹത്തെ ജയിലിലേക്ക് അയക്കുമായിരുന്നു. കാരണം ആ ജയിൽ ഉദ്യോഗസ്ഥനാണെങ്കിലും കോടതിയാണെങ്കിലും നമ്മളെല്ലാവരും മനുഷ്യരാണ്, ദൈവത്തിൻ്റെ ഇച്ഛയില്ലാതെ നടക്കില്ല എന്നാണല്ലോ നിങ്ങളെല്ലാവരും വിശ്വസിക്കുന്നത്. അപ്പോൾ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, പരമമായ ആ ബലത്തിൽ ശക്തിയിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അയ്യപ്പസ്വാമി കൂടി തീരുമാനിക്കാതെ ഒരു കാരണവശാലും ഇദ്ദേഹത്തെ ജയിലിൽ അയക്കാൻ കഴിയുമായിരുന്നില്ലോ, അല്ലെങ്കിൽ ജയിലിൽ അടക്കപ്പെടില്ലായിരുന്നു എന്നുള്ളത് കൂടി നിങ്ങൾ വിശ്വസിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഭാഗത്ത് തെറ്റുണ്ട് എന്ന് വിശ്വസിക്കാൻ തീർച്ചയായിട്ടും ഗോവിന്ദൻ മാഷ്ക്ക് എല്ലാ അവകാശമുണ്ട്, എനിക്കും ആ അവകാശമുണ്ട്. അതുകൊണ്ട് ഗോവിന്ദ മാഷ് പറഞ്ഞു തന്നെയാണ് ശരി, പെരുങ്കള്ളന്മാരുടെ കൂട്ടത്തിൽ കൂടിയാണ് തന്ത്രി പെട്ടേക്കുന്നത്. പിന്നെ ഇത് രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തുമോ എന്നൊക്കെയുള്ള ഭയം കൊണ്ട് പറയാതിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്താനുള്ള ശ്രമം യഥാർത്ഥത്തിൽ ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇരുട്ടുമുറിയിൽ ഒറ്റക്ക് കിടക്കുകയാണ് പാവം തന്ത്രി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില വലിയ യൂട്യൂബേഴ്സും ഒക്കെ വീഡിയോ ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ അത് ഓർഗനൈസ്ഡായി തന്നെ അത്തരത്തിലുള്ള വീഡിയോകൾ പുറത്തേക്ക് വരുന്നുണ്ട്. കൂടാതെ പ്രതിപക്ഷവും അതുപോലെ ബി ജെ പിന്നെ നേരത്തെ തന്നെ തന്ത്രിയെ സപ്പോർട്ട് ചെയ്തവരാണ്, പ്രതിപക്ഷമൊക്കെ പോലും തന്ത്രിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പുറത്തേക്ക് വരുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ അടിയിൽ മറ്റൊരു കാര്യം കൂടി നിങ്ങൾ പറഞ്ഞു പോരുത്. തന്ത്രിയുടെ ജാമ്യം കൊടുത്തിട്ടുള്ള വിധിക്കെതിരെ വളരെ ഉറപ്പുണ്ടായിട്ടായിരിക്കണം ഗവൺമെൻറ് അപ്പീൽ പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ അപ്പീൽ പോയാൽ സുപ്രീം കോടതി വിചാരിച്ചാൽ വീണ്ടും പോയി ജയിലിൽ കിടക്കേണ്ടി വരും. ആ ജയിലിൽ കിടക്കേണ്ടി വരുമ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം, ഈ 40-41 ദിവസത്തോളം ജയിലിൽ കിടന്നതും അയ്യപ്പൻ്റെ തീരുമാനപ്രകാരമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ശക്തിയേക്കാൾ വലുതായിട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ തീരുമാനപ്രകാരമാണ്. ഇനി അതുകൊണ്ട് സുപ്രീം കോടതിയിലേക്ക് അപ്പീൽ പോകാൻ ഗവൺമെൻറ്റിനെ തോന്നിക്കാൻ തീരുമാനിച്ചത് പോലും, ആ തീരുമാനം എടുപ്പിക്കാൻ തോന്നിപ്പിച്ചത് പോലും യഥാർത്ഥത്തിൽ അയ്യപ്പനായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് അയ്യപ്പസ്വാമി വരുത്തുന്ന പോലെ വരുത്തട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ബാക്കിയൊക്കെ കാത്തിരുന്ന് കാണാം. അതുകൊണ്ട് ഇതേവരെയുള്ള സംഭവങ്ങൾ വെച്ച് നോക്കിയാൽ ഗോവിന്ദൻ മാഷ് പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. പെരുങ്കള്ളന്മാരുടെ കൂട്ടത്തിലാണ് തന്ത്രിയും പെട്ടിട്ടുള്ളത്.